ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് +1 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ +1 പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നീറ്റിന്റെ എക്സാമിന് പഠിക്കുമ്പോഴും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരു ഒരു ബേസിക് ചാപ്റ്റർ ആണ് ആൻഡ് ഒരുപാട് മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോ നമുക്ക് കൂടുതൽ നീട്ടാതെ നമുക്ക് ചാപ്റ്ററിനുള്ളിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാർട്ടും അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കിങ്ഡങ്ങളിലേക്കും പിന്നെ വൈറസ്, പൈറോയിഡ്സ്, ലൈക്കൻസ് എന്നുള്ളൊരു പാർട്ടിലോട്ട് നമുക്ക് കിടക്കാം. സോ നമുക്ക് തുടങ്ങാം. ആസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ, since the dawn civilization, there have been many attempts to classify the living organisms. Living organisms classify ചെയ്യാനായിട്ട് പല അറ്റംപ്റ്റ്സുകളും നടന്നിട്ടുണ്ട്. It was done instinctively, not using the criteria that were scientific but born out need to use the organism for our own use. That is, for food, shelter and clothing. So, അതിൽ പറയുന്നത് as a general introduction, earlier classification is based on the needs, such as food, shelter, clothing. Aristotle was the earliest attempt to more scientific basis for classification. He used simple morphological characters to classify plants into trees, shrubs, and herbs. He also divided animals into two groups, those which had red blood and those that did not. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അരിസ്റ്റോട്ടലിനെ കുറിച്ച് അറിയില്ല എല്ലാവർക്കും. ദ ഫാദർ ഓഫ് ബയോളജി, സുവോളജി, എംബ്രിയോളജി എന്നൊക്കെ പറയുന്ന നമ്മുടെ ദ ഫേമസ് അരിസ്റ്റോട്ടൽ. അരിസ്റ്റോട്ടൽ വാസ് ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് എ സയന്റിഫിക് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷനിൽ based on simple morphological characters ആണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Okay, he classified the plants based on the simple morphological characters as into trees, shrubs and herbs. അതായത് കുറ്റിച്ചെടികളായിട്ടും ഹെർബുകൾ പോലുള്ള നമ്മുടെ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളായിട്ടും മരങ്ങളായിട്ടെല്ലാം നമ്മുടെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം അനിമൽസിനെ ക്ലാസിഫൈ ചെയ്ത് ദൂസ് ദേ ഹാഡ് റെഡ് ബ്ലഡ്. അതിനെ നമ്മൾ എനൈമ എന്നൊക്കെ പണ്ട് പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. എന്നാൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, വിത്ത് റെഡ് ബ്ലഡ് ഇസ് എനൈമ ആൻഡ് ദൂസ് ഡിഡ് നോട്ട് മീൻസ് നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ്. ദാറ്റ് മീൻസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് ഇസ് അനൈമ, ANIMA, അനൈമ. ആബ്സെന്റ് ആണ്. ഇതിലെ റെഡ് ബ്ലഡ് ആബ്സെന്റ് ആയതിന് അനൈമ ഓർ വിത്തൗട്ട് റെഡ് ബ്ലഡ് എന്നുള്ള രീതിയിലും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ് എനിവേ, ബട്ട് അത് സയന്റിഫിക് ആയിരുന്നു. ഓക്കെ, അതിൽ അദ്ദേഹം യൂസ് ചെയ്ത സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ shall we enter to next section? In Linnaeus time, a two-kingdom system of classification with the Plantae and Animalia. The kingdom was developed that included all plants and animals respectively. Next system of classification is by Linnaeus, the two-kingdom system of classification. We all know he is the father of systematics, and he classified all the things, all the organisms under the two kingdom, that is plants and animals. That means Plantae and Animalia, and which includes the plants and all plants and animals. എല്ലാ പ്ലാന്റ്സും അനിമൽസും ഉള്ള ലിനേയസ് പ്രപ്പോസ് ചെയ്ത ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പിന്നെ അത് എന്തൊക്കെയാ ഇതിൽ പറയുന്നത്? ആസ് എ ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. The system did not distinguish between the eukaryotes and prokaryotes, unicellular and multicellular organisms, and photosynthetic such as നമ്മുടെ green algae and non-photosynthetic such as fungi. So അതിൽ പറഞ്ഞു വെച്ചാൽ the system did not distinguish eukaryote means ട്രൂ ന്യൂക്ലിയസ് ഉള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം യൂക്കാരിയോട്സും, അത് ട്രൂ ന്യൂക്ലിയസ് നമ്മുടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ന്യൂക്ലിയസും ഒക്കെ ഉള്ള യൂക്കാരിയോട്സ് എന്നും, അതുപോലെ തന്നെ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ
നോ മെംബ്രെയിൻ മൗണ്ട് ഓർഗനൽസ് ഒക്കെ മീൻസ് അതൊന്നും ഇല്ലാത്ത പ്രോകാരിയോട്ടും എന്ന രീതിയിലും അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ ക്ലാമിഡോമോണസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ സ്പൈറുലിനെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസിനെയും അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസ് ആയിട്ടുള്ള സ്പൈറോഗൈറ, ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ, അത്തരത്തിനെയും അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്തിരുന്നില്ല. നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മളെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഡീനാൽഗ പോലത്തെ ഓർഗാനിസങ്ങളെയും അതുപോലെ തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫഞ്ചൈ പോലത്തെ ഓർഗാനിസത്തിനെയും അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊക്കെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്സ് എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, പിന്നെ അതിനൊരു ഒരു മെറിറ്റ് എന്ന രീതിയിൽ പറയുന്നത് വെച്ചാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ പറയുന്നത് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇൻ ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വാസ് ഈസിലി ഡൺ ആയിരുന്നു. ആൻഡ് വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. വീണ്ടും ഒരു ഡ്രോബാക്ക് ആണ്, ബട്ട് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫാൾ ഇൻ ടു എയ്തർ കാറ്റഗറി. ഒരു കാറ്റഗറിയിലും വരാത്ത കുറെ ഓർഗാനിസം ഉണ്ടായിരുന്നു. ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫാൾ ഇൻ ടു എയ്തർ കാറ്റഗറി എന്നുള്ളതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഇപ്പോ ഒരു യുബ്ലീനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ലൈക്കനെ എടുക്കുക, സ്പോഞ്ചസിനെ എടുക്കുക, കോറൽസിനെ, സ്ലൈമോൾഡിനെ, ഇതൊന്നും എന്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് ആർക്കറിയില്ലായിരുന്നു? ലിനേഴ്സിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് കാറ്റഗറീനെ ഒന്നിലും പെടുത്താതെ ഇട്ടിരുന്നു എന്നുള്ള ഇതാണ് അതിൽ പറയുന്നത്. ഓക്കെ, hence the two kingdom system of classification used for long time was found inadequate. And besides the gross morphology, a need was also felt for including the characters like cell structure, nature of wall, mode of nutrition, habitat, method of reproduction, evolutionary relation, etc. അതിൽ പറഞ്ഞ അതായത് പിന്നീട് ബിസൈഡ് ഈ ഒരു ഇതൊക്കെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിലായിരുന്നല്ലോ. സോ അതിന് പുറമെ നമ്മൾ ഒരു കുറച്ചുകൂടി ഒരു എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ സ്ട്രക്ചർ, നാച്ചർ ഓഫ് സെൽ വാള്, മോഡ് ഓഫ് ന്യൂട്രീഷൻസ്, ഹാബിറ്റേറ്റ്, മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ, എവല്യൂഷണൽ റിലേഷൻഷിപ്പ് ഒക്കെ ഫർദർ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. Okay, classification system for living organism have hence undergone several changes over time. ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെ. ഓരോ ക്ലാസിഫിക്കേഷനിലും ആ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദോ പ്ലാന്റ് ആൻഡ് അനിമൽ കിങ്ഡം ഹാവ് ബീൻ കോൺസ്റ്റന്റ് അണ്ടർ ഓൾ ഡിഫറെന്റ് സിസ്റ്റം, the classification system for living organism have hence undergone several changes over time. The plant and animal kingdom have been a constant under all different systems. The understanding of what group of organisms be included under these kingdom have been changing. The number and nature of the kingdom have also been understood differently by different scientists over time. സയന്റിസ്റ്റുകൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുത്തിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സോ പിന്നീട് ഇത് പറഞ്ഞ ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു ടേബിൾ ആണ്. ബിഫോർ എൻറ്ററിങ് ടു ദ ടേബിൾ നമുക്ക് ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, R.H. Whittaker in 1969, നോട്ട് ചെയ്യണം, R.H. Whittaker in 1969 he proposed a five kingdom system of classification. The kingdom defined by him were named Monera, Protista, Fungi, Plantae and Animalia. 5 കിങ്ഡങ്ങൾ പറയുന്നത് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റി ആൻഡ് അനിമേലിയ ആയിരുന്നു. ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ബൈ ഹിം ഇൻക്ലൂഡ്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട എന്താ പറയാ ക്ലാസിഫിക്കേഷന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ് അതിനെക്കുറിച്ച് പറയാമേ. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അത് നമ്മുടെ R.H. Whittaker അദ്ദേഹത്തിന്റെ ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മെയിൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ ഓർ പാലസ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ, ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഏത് ടൈപ്പിലാണ് അതിന്റെ ന്യൂട്രീഷൻ വരുന്നത്, ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് ഓർ എവല്യൂഷണറി റിലേഷൻഷിപ്പ് തന്നെയാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതൊക്കെയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, the three domain system
has also been proposed that divides the kingdom Monera into two domains, leaving the remaining eukaryotic organism in the third domain, thereby sixth kingdom classification. You will learn about the system detail in higher classes. അതായത് ഇത് പറയുന്ന വെച്ചാൽ ഫൈവ് കിങ്ഡം സിസ്റ്റം ആണല്ലോ. ഫൈവ് കിങ്ഡം അതിൽ മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, അനിമേലി ആണല്ലോ. ത്രീ ഡൊമൈൻ സിസ്റ്റം ഹാസ് ആൾസോ ബീൻ പ്രൊപ്പോസ്ഡ് that divides the kingdom Monera into two domains. അത് മൊണീറേനെ ഒരു 3 ഡൊമൈൻ സിസ്റ്റം വരുമ്പോൾ മൊണീറേനെ 2 ഡൊമൈൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. That leaving the remaining eukaryotic kingdom in the third domain. അത് മൊണീറേനെ 2 ഡൊമൈൻസ് ആക്കി മാറ്റുന്നു. ആൻഡ് അതിന്റെ പുറമെ നമ്മുടെ യൂക്കാരിയോട്ടിക് സിസ്റ്റം, യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ഉള്ള ബാക്കിയുള്ള പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, അനിമേലിയും കൂടി വരുമ്പോൾ മൊത്തത്തിൽ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ പറയുന്ന അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ക്ലാസിഫിക്കേഷൻസിന്റെ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, ഏതർ പ്രോകാരിയോട്ട് എന്നുള്ളതോ യൂക്കാരിയോട്ട് എന്നുള്ളതാണ് ഈ കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ എന്നുള്ളതിൽ പറയുന്നത്. പിന്നെ ബോഡി ഓർഗനൈസേഷൻ എന്നുള്ളതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ യൂണിസെല്ലാർ ആണോ, വെദർ ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ മൾട്ടി സെല്ലാർ ഓർഗാനിസം ആണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വെൻ വി എൻറ്റർ ഇൻ ടു മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതൊരു ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണോ, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണോ എന്നുള്ളതാണ് അവിടെ മോഡ് ഓഫ് ന്യൂട്രീഷനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ ദെൻ നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, let us look at the five kingdom classification to understand the issues and consideration that is influence the classification system. Earlier classification system include bacteria, blue-green algae, fungi, mosses, ferns, gymnosperm and angiosperms under plants. The earlier classification system bacteria, blue-green alga, fungi and mosses, ferns, gymnosperms and angiosperms under plants. പ്ലാന്റ്സിലായിരുന്നു ഇതിനൊക്കെ ഏലിയർ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഐറ്റങ്ങളും ഈസ് കമ്മിങ് അണ്ടർ പ്ലാന്റ്സ് ആയിരുന്നു ഏലിയർ ക്ലാസിഫിക്കേഷനിൽ. ദ ക്യാരക്ടർ ദാറ്റ് ഈസ് യൂണിഫൈഡ് ദിസ് ഹോൾ കിങ്ഡം വാസ് ദാറ്റ് ഓൾ ഓർഗാനിസം ഇൻക്ലൂഡഡ് ഹാഡ് എ സെൽ വാൾ ഇൻ ദെയർ സെൽസ്. അതിൽ സെൽ വാൾസ് ഉണ്ടായിരുന്നു അതിന്റെ സെല്ലിൽ. അതുകൊണ്ടാണ് അതിനൊക്കെ എല്ലാറ്റിനെയും നമ്മൾ എന്തില്ല പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത്. ദിസ് പ്ലേസ് ടുഗദർ ദ ഗ്രൂപ്സ് വിച്ച് ഈസ് വൈഡ്ലി ഡിഫേർഡ് ഇൻ അതർ ക്യാരക്ടറിസ്റ്റിക്സ്. It brought together the prokaryotic bacteria and blue-green alga, the cyanobacteria, with other groups which were eukaryotic. അതായത് പറയുന്നത് വെച്ചാൽ ഇതിന് ഞാൻ പറഞ്ഞല്ലോ മറ്റേ നേരത്തെ പറഞ്ഞ എല്ലാ ഓർഗാനിസത്തിനും നമ്മൾ പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ബിക്കോസ് അതിന് സെൽ വാൾസ് ഉണ്ടായിരുന്നു സെൽ സ്ട്രക്ചറിൽ എന്നുള്ളത്. പിന്നെ ഈ ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ തന്നെ ഓൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസം വർ ഗ്രൂപ്പ്ഡ് അണ്ടർ മൊണീറയാണ് വരുന്നത്. ഫഞ്ചെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫംഗസ് എന്നുള്ളത് കിങ്ഡം ഫഞ്ചെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്നത് വെച്ചാൽ സൈനോ ബാക്ടീരിയം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയം അതുപോലെ തന്നെ cyanobacterium together eukaryotic ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. It also grouped together the unicellular organism and multicellular organism. For example, Chlamydomonas and Spirogyra were placed together under algae. The classification did not differentiate between heterotrophic group fungi and autotrophic green plants, though they also showed a characteristics difference in their walls composition. The fungi had a chitin in the walls, and while the green plant had a cellulosic cell wall. അപ്പൊ മക്കളെ ഇവിടെ പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ ഈ ഒരു പാരഗ്രാഫ്സിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവര് എന്താ പറയാ ഇതിന്റെ ഒരു ഡ്രോബാക്സുകളാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു മീൻസ് ഏലിയർ ക്ലാസിഫിക്കേഷൻ, അതായത് ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഈ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ചെ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഒക്കെ പ്ലാന്റ്സിലായിരുന്നു. ബിക്കോസ് അതിൽ സെൽ വാൾസിൽ സെല്ലുലോസ് ഉണ്ട് അതിലുണ്ട്. പക്ഷെ അത് വൈഡ്ലി ഡിഫർ ഇൻ ദർ ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വൈഡ്ലി ഡിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ,
പിന്നെ ആ ഏർലിയർ ക്ലാസിഫിക്കേഷൻ തന്നെ അത് പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയനെയും അതുപോലെ തന്നെ യൂക്യാരിയോട്ടിക് ആയിട്ട് നമ്മുടെ സൈനോ ബാക്ടീരിയ ഓർ നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗേന് ടുഗദർ ആണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ആയിട്ട് നമ്മുടെ ക്ലാമിഡോമോണസ്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആയിട്ട് നമ്മുടെ സ്പൈറോഗൈറയൊക്കെ അതൊക്കെ കമ്മിങ് അണ്ടർ ആൽഗെ ആയിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ദേ ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് നമ്മുടെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള സെല്ലുലോസിലെ മീൻസ് സെൽവാൾ സ്ട്രക്ചറിലെ കൈറ്റിനുള്ള ഫംഗസിനും അതുപോലെ തന്നെ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ്, അതായത് സെല്ലുലോസ് സെൽവാളിലുള്ള ഗ്രീൻ പ്ലാന്റ്സിനെ ടുഗദർ ആയിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. ഓക്കെ. പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിച്ചിരുന്നല്ലോ, നമ്മളെ സെൽ സ്ട്രക്ചർ അഥവാ ബോഡി ഓർഗനൈസേഷൻ, ഈ മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള കുറെ ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചല്ലോ. അത് ക്രൈറ്റീരിയ ഓഫ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് പോയിന്റ് മറക്കരുത്. പിന്നെ അടുത്തൊരു 5 കിങ്ഡം സിസ്റ്റത്തിന്റെ ഒരു മെറിറ്റ് എന്ന് പറയാനുള്ളത് വെച്ചാൽ ഒരു സെപ്പറേറ്റ് കിങ്ഡം ഫഞ്ചെ അവർ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഓൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം വർ ഗ്രൂപ്പ്ഡ് അണ്ടർ കിങ്ഡം മൊണീറ. എല്ലാ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസിനും അവർ പ്ലേസ് ചെയ്തിരുന്നത് എവിടെയാണ് ഇത്ര? അണ്ടർ മൊണീറ. ഓക്കെ. നമുക്ക് വരാം. When such characteristics were considered, the fungi were placed in a separate kingdom, kingdom fungi. All prokaryotic organisms were grouped together under kingdom Monera. And unicellular eukaryotic organisms are placed in protista. Unicellular ആയിട്ടുള്ള eukaryotic ആയിട്ടുള്ള organism എല്ലാ ഓർഗാനിസിനും നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾക്കൊള്ളിച്ചു. Then kingdom protista that brought together Chlamydomonas, Chlorella, earlier placed in algae. ഇതൊക്കെ ആദ്യം ആൽഗയിലായിരുന്നു വിത്തിൻ പ്ലാന്റ്സ്, ബോത്ത് ഹാവിംഗ് സെൽ വാൾസ്. സെൽ വാൾസ് ഉള്ളതുകൊണ്ട് അത് ഏലിയറിൽ എങ്ങനെയായിരുന്നു നമ്മൾ അത് പ്ലേസ്ഡ് അണ്ടർ ആൽഗെ പ്ലാന്റ്സിലായിരുന്നു ചെയ്തിരുന്നത്. ആൻഡ് വിത്ത് പാരമീസിയം ആൻഡ് അമീബ വിച്ച് വർ ഏർലിയർ പ്ലേസ്ഡ് ഇൻ അനിമൽ കിങ്ഡം വിച്ച് ലാക്ക് ദ സെൽ വാൾ. അതായത് അതിൽ പറയുന്നത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാ വെച്ചാൽ നമ്മൾ ഈ ക്ലാമിഡോമോണസ് contain the Chlamydomonas and Chlorella, earlier placed in algae. പ്ലാന്റ്സിൽ വിത്ത് പ്ലാന്റ്സ് ആയിരുന്നു, ബോത്ത് ഹാവിംഗ് സെൽ വാൾസ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് അത് പ്ലാന്റ്സിലാണ് പ്ലേസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പാരമീസിയം ആൻഡ് അമീബ ഏർലിയർ പ്ലേസ്ഡ് ഇൻ അനിമൽ ലാക്ക് ദ സെൽ വാൾ. സോ ദ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ വെർ ചേഞ്ച് ഓവർ ടൈം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിന് ഒരു എന്തായിരുന്നു ഒരു എവല്യൂഷണറി ബാക്കപ്പ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇറ്റ് ഹാസ് പുട്ട് ടുഗദർ ദ ഓർഗാനിസം It has put together the organism which in earlier classification were placed different kingdom, and this happened because of the criteria for classification changed. Classification criteria over time change നിങ്ങളോട് പറഞ്ഞല്ലോ. This kind of changes will take place in future too. ഇനിയും classification വെച്ചാൽ ഇത്തരം changes നമുക്ക് adopt ചെയ്യേണ്ടി വരും. So depending on the improvement of our understanding the characteristics and evolutionary relationship over time, an attempt has made to evolved classification system which reflect not only morphological, physiological and reproductive similarity but also the phylogenetic, that is evolutionary relationship. So ഇത്രയും ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ. In this chapter we will study the characteristics of kingdom Monera, kingdom Protista, fungi, of the Whittaker system of classification, and the kingdom Plantae and Animalia, commonly referred to as plant and animal kingdom respectively. So will be dealt separately in chapter 3 and 4. മക്കളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാനിപ്പോ നിങ്ങൾക്ക് ഇവിടെ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത്രയും ഭാഗത്ത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇതിലെ ഓരോ കിങ്ഡത്തിനെ നമ്മൾ ഈ 5 കിങ്ഡത്തിനെ നമ്മൾ കുറിച്ച് വൃത്തിയായി പഠിക്കുന്നുണ്ട്. അതിൽ ഈ ചാപ്റ്ററിൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, ഈ 3 കിങ്ഡത്തിനെ കുറിച്ചും പിന്നെ നമ്മുടെ വൈറസിന്റെ ആ ഒരു സെക്ഷൻസ്, വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൺസ് ഒക്കെ വരുന്ന ആ ഒരു സെക്ഷനെ കുറിച്ചുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ വരുന്ന പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും കിങ്ഡത്തിനെ കുറിച്ചും ഓരോ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഹക്കൽ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ കോപ്ലാൻഡിന്റെ വക 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം RH വിറ്റാക്കർ. നിങ്ങൾ നേരത്തെ ഞാനൊരു 3 ഡൊമൈൻ സിസ്റ്റം പറഞ്ഞില്ലേ, ആ 3 ഡൊമൈൻ സിസ്റ്റത്തിൽ ആ 6 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ശരിക്കും
നമ്മുടെ കാൾവോസ് ആണ് ശരിക്കും അത് കൊണ്ടുവന്നത് അത്ര. അത് ആ 6 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഈ മൊണീറ ഇല്ലേ, മൊണീറ എന്നുള്ള ആ ഒരു കിങ്ഡം, ഈ മൊണീറാനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട്, അത് യു ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതിൽ തന്നെ നമ്മൾ എന്താ പറയാ, അപ്പൊ അങ്ങനെയായിട്ടാണ് നമുക്ക് ആ 6th ക്ലാസിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പറയുന്നത്. അത് ശരിക്ക് ബേസ് ചെയ്യുന്നത് ആ ഒരു ഡൊമൈൻ സിസ്റ്റം തന്നെ ശരിക്ക് ബേസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം, ഒരു എന്താ പറയാ, ഒരു നമ്മൾ പറയാ ഈ 70s ബാക്ടീരിയയുടെ 70s സ്മാൾ യൂണിറ്റിലൊരു ചെറിയ ഡിഫറൻസ് വരുന്നതിന്റെ ബേസിൽ, ഒരു 16 SRNA സീക്വൻസിൽ ഒരു ഡിഫറൻസിന്റെ ബേസിലൊക്കെയാണ് ആ ഒരു ആർക്കി ബാക്ടീരിയ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഇപ്പൊ തൽക്കാലം പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു ഇത്രയും എടുത്തൊരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ഹോപ്പ് യു ഗെറ്റ് ഓൾ ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കീപ് വാച്ചിങ്.